ഹായ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ അസൈൻമെന്റ് ആയിട്ട് തന്നിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? എ ക്യാൻ ഡു പീസ് ഓഫ് വർക്ക് ഇൻ 10 days. എ ഒരു ജോലി 10 days കൊണ്ട് തീർക്കുമായിരുന്നു. എ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം തീർക്കും? 10 days കൊണ്ട് തീർക്കും. ബി ആണെങ്കിൽ ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം തീർക്കും? 15 days കൊണ്ട് തീർക്കുമായിരുന്നു. പക്ഷേ എയും ബിയും കൂടിയാണ് ആ ജോലി ചെയ്യാൻ വന്നത്. അങ്ങനെ അവർ എത്ര ദിവസം വർക്ക് ചെയ്തു? 5 days വർക്ക് ചെയ്തു. 5 days വർക്ക് ചെയ്തപ്പോൾ ജോലി തീർന്നൊന്നുമില്ല, പക്ഷെ അവർ 5 days വർക്ക് ചെയ്തുള്ളൂ. അതിനുശേഷം എയും ബിയും പോയി. എക്കും ബിക്കും പകരം വേറെ ആര് വന്നു? സി വന്നു. സി വന്ന് എത്ര ദിവസം വർക്ക് ചെയ്തു? ഒരു 2 days വർക്ക് ചെയ്തു. സി ഒറ്റയ്ക്ക് ചെയ്ത ടൈമാണ് പറയുന്നത്. സി വന്ന് 2 days വർക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? വർക്ക് ഫിനിഷ് ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഈ മുഴുവൻ ജോലിക്ക് എന്താണോ ജോലി, ആ ജോലിക്ക് വേണ്ടി 3000 രൂപയാണ് കൊടുക്കാനിരുന്നതെങ്കിൽ എയും ബിയും സിയും കൂടി എത്ര രൂപ വെച്ച് വീതിച്ചെടുക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഐഡിയ. എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഇവിടെ എന്താ, നമ്മൾ സാധാരണ എഫിഷ്യൻസി മെത്തേഡിലാണെങ്കിൽ ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM എടുക്കുന്നു. ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാ? LCM ഓഫ് 10, 15 and 5. ടോട്ടൽ വർക്ക് എത്ര കിട്ടും? 30 കിട്ടും. അപ്പൊ 30 ആണ് ടോട്ടൽ വർക്ക് എങ്കിൽ എഫിഷ്യൻസി ഓഫ് എ നമുക്ക് ടോട്ടൽ വർക്ക് ബൈ ഇൻഡിവിജ്വൽ ടൈം കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റുള്ളൂ? എഫിഷ്യൻസി കിട്ടാൻ പറ്റും. ചുമ്മാ ഏത് നമ്പറിനെ എടുത്ത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ മുഴുവൻ വർക്ക്, ഈ 30 വർക്ക് ചെയ്യുന്ന ആരാണ്? എ ആണ്. എക്ക് അതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? 10 ദിവസം വേണ്ടി വരുന്നു. അതുകൊണ്ടാണ് വർക്ക് ബൈ ടൈം എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എഫിഷ്യൻസി കിട്ടുള്ളൂ. എഫിഷ്യൻസി ഓഫ് എ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. എഫിഷ്യൻസി ഓഫ് ബി എത്ര കിട്ടും? 2 എന്ന് കിട്ടും. കാരണം 30/15. കാരണം എ 15 ദിവസം കൊണ്ട് ഈ ജോലിയാണ് തീർക്കുന്നത്. എത്രയാണോ ജോലി കഴിയുന്നത് ആ ജോലി എത്ര ദിവസം എടുക്കും, അത് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു ദിവസം എത്ര ജോലി ചെയ്യുന്ന കിട്ടും. ബി ഒരു ദിവസം 2 ജോലി വെച്ച് 15 ദിവസം വർക്ക് ചെയ്ത് ഉറപ്പായിട്ട് എത്ര വർക്ക് തീർക്കും? 30 വർക്ക് തീർക്കും. എ ഒരു ദിവസം 3 വർക്ക് വെച്ച് 10 ദിവസം വർക്ക് ചെയ്ത് എത്ര വർക്ക് തീർക്കാം? 30 വർക്ക് തീർക്കാം. അതാണ് ഇതിന്റെ കൺസെപ്റ്റ്. പക്ഷെ സിയുടെ കാര്യം, സി ഒറ്റയ്ക്ക് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നുള്ള കാര്യം നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനും നമുക്ക് പെട്ടെന്ന് പറ്റുന്നില്ല. സിയുടെയും കൂടി എഫിഷ്യൻസി കണ്ടായിരുന്നെങ്കിൽ ഈ എഫിഷ്യൻസിയുടെ റേഷ്യോയിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഈ പൈസ ഡിവൈഡ് ചെയ്താൽ മതിയായിരുന്നു. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, എന്താണോ എമൗണ്ട് തരുന്നത്, എമൗണ്ട് ആണ് തരുന്നത്, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? എഫിഷ്യൻസി കണ്ടുപിടിച്ചാൽ മതി. എഫിഷ്യൻസിയുടെ റേഷ്യോയിൽ എന്ത് ചെയ്താൽ മതി? ആ എമൗണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ സിയുടെ എഫിഷ്യൻസി നമുക്ക് അറിയില്ല. കാരണം എന്താ? സി ഒറ്റയ്ക്ക് ഈ മുഴുവൻ ജോലി എത്ര ദിവസം തീർക്കുമെന്ന് നമുക്ക് തന്നിട്ടില്ല. ആകെ സി എത്ര ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ? ഒരു 2 ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ആ 2 എടുത്താൽ ശരിയാവോ? ഇല്ല. കാരണം എന്താ? ആ 2 ദിവസം കൊണ്ട് ഈ മുഴുവൻ ജോലി തീർക്കുന്നില്ല. എയും ബിയും കൂടി ചെയ്ത ജോലിയുടെ ബാക്കി തീർക്കുന്നുള്ളൂ. അപ്പൊ ആ സി ചെയ്ത വർക്ക് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കണം. വർക്ക് ബൈ ടൈം കണ്ടുപിടിച്ചെങ്കിലല്ലേ സിയുടെ എഫിഷ്യൻസി കിട്ടുള്ളൂ. നമ്മൾ സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അത് എങ്ങനെയാണെന്ന് നോക്കാം. എ ഒരു ദിവസം 3 ജോലി ചെയ്യും, ബി ഒരു ദിവസം 2 ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 5 ജോലി ചെയ്യും. 5 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ആണല്ലോ. അങ്ങനെ അവർ എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്? 5 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 5 ദിവസം എയും ബിയും കൂടി വർക്ക് ചെയ്താൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? ഒരു ദിവസം 5 ജോലി ചെയ്യും. അങ്ങനെ 5 ദിവസം വർക്ക് ചെയ്താൽ മൊത്തം 25 വർക്ക് എയും ബിയും കൂടി കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ 25 വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എത്ര വർക്ക് ഉണ്ടായിരുന്നു? 30 വർക്ക് ഉണ്ടായിരുന്നു. ആ 30 വർക്കിൽ 25 വർക്കും എയും ബിയും കൂടി കംപ്ലീറ്റ് ചെയ്തു. ബാക്കി എത്ര വർക്കുണ്ട്? റിമൈനിങ് വർക്ക് 5 വർക്കേ ബാക്കിയുള്ളൂ. ഈ 5 വർക്ക് തീരാനിരിക്കുമ്പോഴാണ് ആര് പോയത്? എയും ബിയും കൂടി പൊടിയും തട്ടിപ്പോയി. ആ ബാക്കിയുള്ള 5 വർക്ക് തീർക്കാൻ ആര് വന്നു? സി വന്നു. അങ്ങനെ സി വന്നിട്ട് ഈ 5 വർക്ക് തീർത്തു. സി വന്നിട്ട് ഈ 5 വർക്ക് തീർത്തു. എങ്ങനെ തീർത്തു? 2 ദിവസം കൊണ്ട് തീർത്തു. വർക്ക് ബൈ ടൈം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വർക്ക് ബൈ ടൈം ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? എഫിഷ്യൻസി ഓഫ് സി കിട്ടും. 5 വർക്ക് ചെയ്യാൻ സിക്ക് 2 ദിവസം. അങ്ങനെയാണെങ്കിൽ സിയുടെ എഫിഷ്യൻസി എത്ര കിട്ടും? 2.5 എന്ന് കിട്ടും. 5/2 എന്ന് വെച്ചാൽ 2.5. സി ഒരു ദിവസം 2.5 വർക്ക് ചെയ്യും. അങ്ങനെ 2 ദിവസം കൊണ്ട് എന്ത് ചെയ്തു? 5 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തും കിട്ടി? എഫിഷ്യൻസി ഓഫ് സിയും കിട്ടി. നമുക്ക് ഈ എമൗണ്ട് ഡിവൈഡ് ചെയ്യാൻ ഓർത്ത് വെച്ചേക്ക. എമൗണ്ട് ആണ് തരുന്നതെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? എഫിഷ്യൻസി വേണം ഓരോ ആൾക്കാരുടെയും. ഇപ്പൊ നമുക്ക് 3 പേരുടെ എഫിഷ്യൻസി ആയി. എയുടെ എഫിഷ്യൻസി ആയി, ബിയുടെ എഫിഷ്യൻസി ആയി, സിയുടെ എഫിഷ്യൻസി ആയി. ഞാൻ വായിക്കുകയാണ്. ഇവിടെ എഫിഷ്യൻസി ഓഫ് എ എത്രയായിരുന്നു? 3 ആയിരുന്നു. എഫിഷ്യൻസി ഓഫ് ബി എത്രയായിരുന്നു? 2 ആയിരുന്നു. എഫിഷ്യൻസി ഓഫ് സി എത്രയായിരുന്നു? 2.5 ആയിരുന്നു. ഇവിടെ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഇത് എന്തായിരിക്കും ചെയ്യുന്നത്? ഈ തന്നിരിക്കുന്ന എഫിഷ്യൻസി കണ്ടു കഴിഞ്ഞാൽ എഫിഷ്യൻസി വെച്ച് ഈ ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യുക. അപ്പൊ ഞാൻ വീണ്ടും ഇന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, സാധാരണ ഇതിൽ നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്ത് നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ, നമുക്ക് എപ്പോഴും എയും ബിയും സിയും കൂടി ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി, ഒരുമിച്ച് നിർത്തി. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവരുടെ എഫിഷ്യൻസി മാത്രം കണ്ടുപിടിച്ചാൽ മതി. എഫിഷ്യൻസിയുടെ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ ഈ ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എയും ബിയും കൂടി എത്ര ദിവസം വർക്ക് ചെയ്തു? 5 ദിവസം വർക്ക് ചെയ്തു. ടൈം ഓഫ് എ 5 ദിവസം വർക്ക് ചെയ്തു. ടൈം ഓഫ് ബി 5 ദിവസം വർക്ക് ചെയ്തു. സി എത്ര ദിവസം വർക്ക് ചെയ്തു? ഒരു 2 days കൂടി വർക്ക് ചെയ്തു.
സി മാത്രം എത്ര ദിവസം വർക്ക് ചെയ്തു? ഒരു 2 days വർക്ക് ചെയ്തു. എയും ബിയും കൂടി 5 ദിവസം വർക്ക് ചെയ്തു. സി മാത്രം 2 ദിവസം വർക്ക് ചെയ്തു. ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ടൈം ഡിഫറെന്റ് അല്ലേ? ഈ സിയും 5 ദിവസം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നമുക്കിത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതിയായിരുന്നു? എഫിഷ്യൻസിയുടെ റേഷ്യോയിൽ മൾട്ടിപ്പിൾ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഇവിടെ ടൈം എന്താണ് ഡിഫറെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ നോക്കിയേ, എയുടെ എഫിഷ്യൻസി 3 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? എ ഒരു ദിവസം 3 ജോലി ചെയ്തു. ഇപ്പൊ ഒരു ബോക്സ് ഉണ്ടാക്കാനാണെങ്കിൽ എ ഒരു ദിവസം 3 ബോക്സ് ഉണ്ടാക്കി. അങ്ങനെ എ എത്ര ദിവസം വർക്ക് ചെയ്തു? 5 ദിവസം വർക്ക് ചെയ്തു. എങ്കിൽ ടോട്ടൽ എ ചെയ്ത വർക്ക് എത്രയാ? 3 × 5 15 അല്ലേ നെറ്റ് എഫിഷ്യൻസി വരുന്നത്? അങ്ങനെയാണെങ്കിൽ എയുടെ നെറ്റ് എഫിഷ്യൻസി പറഞ്ഞാൽ, നെറ്റ് എഫിഷ്യൻസി എന്നല്ല, നെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 15 ആയിരിക്കും. ബിയുടെ ആണെങ്കിലോ 2 × 5 10 എന്ന് വരും. സിയുടെ ആണെങ്കിലോ 2.5 × 2 5 എന്ന് വരും. ഈ ഒരു റേഷ്യോയിൽ വേണം എന്ത് ചെയ്യാൻ? ഇനി ഇവരുടെ എമൗണ്ട് ഡിവൈഡ് ചെയ്യാൻ. അപ്പൊ ശ്രദ്ധിക്കുക, എപ്പോഴെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന ഈ വർക്ക് ചെയ്യാനുള്ള ആൾക്കാരുടെ ടൈം ഡിഫറെന്റ് ആവുകയാണെങ്കിൽ, എന്ന് വെച്ചാൽ 3 പേരുടെയും ടൈം സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ എഫിഷ്യൻസിയുടെ കൂടെ അവരുടെ ടൈമും കൂടി മൾട്ടിപ്പിൾ ചെയ്ത് നെറ്റ് വർക്കിൽ മേലെ എന്തെടുക്കാവൂ? ആ എമൗണ്ട് ഡിവൈഡ് ചെയ്യാവൂ. അപ്പൊ ഇവിടെ എക്കും ബിക്കും സിക്കും കിട്ടുന്ന എമൗണ്ടിന്റെ റേഷ്യോ എത്രയാ? 15:10:5 ആണ് എക്കും ബിക്കും സിക്കും കിട്ടുന്നത്. നമ്മൾ കട്ട് ചെയ്ത് എത്ര കിട്ടും? 3:2:1. എങ്കിൽ ഈ റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യേണ്ടത്? എയുടെയും ബിയുടെയും സിയുടെയും എമൗണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. എങ്കിൽ എത്ര വെച്ച് കിട്ടും? എമൗണ്ട് ഡിവൈഡിങ് എക്ക് എത്ര എമൗണ്ട് കിട്ടും? ടോട്ടൽ വാല്യൂ എത്രയായിരുന്നു? 3000 ഡിവൈഡഡ് ബൈ ടോട്ടൽ റേഷ്യോ 6 ഇൻറ്റു എയുടെ റേഷ്യോ എത്രയാ? 3. 3000/6 × 3 എത്ര കിട്ടും? 1500. എക്ക് എത്ര കിട്ടും? 1500 രൂപ കിട്ടും. ഇനി ബിക്ക് എത്ര കിട്ടും? എമൗണ്ട് ഓഫ് ബി എത്ര കിട്ടും? 3000/6 × 2 എത്ര കിട്ടും? 1000 rupees കിട്ടും. സിക്ക് ആണെങ്കിലോ എമൗണ്ട് ഓഫ് സി 3000/6 × 1 എത്ര കിട്ടും? 500 rupees കിട്ടും. അപ്പൊ നമ്മുടെ എമൗണ്ട് എത്രയായിരിക്കും? ടോട്ടൽ എമൗണ്ട് എക്കും ബിക്കും സിക്കും കിട്ടുന്നത് 1500 എന്ന് കിട്ടും. അപ്പൊ ഈ റേഷ്യോ ഈ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. ശരി. 16 men can do a piece of work in 10 days. In how many days are needed to complete the work in 40 days? അപ്പം സാധാരണ ഇതിൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ക്വസ്റ്റിന്റെക്കാൾ വേറൊരു മെത്തേഡിലാണ് ഈ ക്വസ്റ്റ്യൻ തന്നെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണെന്ന് നോക്കാം. ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത് 16 men ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. 16 men ആണെങ്കിൽ ഒരു ജോലി 10 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര men ഉണ്ടെങ്കിൽ ആ ജോലി 40 ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളതാണ് ചോദ്യം. 16 men ആയിരുന്നെങ്കിൽ 10 ദിവസം കൊണ്ട് തീർക്കുമായിരുന്നു. അതേ ജോലി 40 ദിവസം കൊണ്ടാണ് തീർക്കേണ്ടതെങ്കിൽ എത്ര മെന്റെ ആവശ്യമുണ്ട് ഇവിടെ എന്നുള്ളതാണ് ചോദ്യം. എങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡൗട്ടായിട്ടൊക്കെ തോന്നുന്നത് എങ്ങനെ ചെയ്യും, എങ്ങനെയാണെന്നൊക്കെ ഡൗട്ട് വരും. പക്ഷെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് സാധാരണ ചെയ്ത് കാണിച്ചു തരാം. പക്ഷെ ഇത് എളുപ്പവഴിയുണ്ട്. ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ആ ഇക്വേഷൻ ഇതാണ്: M1 D1 T1 by W1 is equal to M2 D2 T2 by W2. ലെഫ്റ്റ് സൈഡിലെല്ലാം 1ഉം റൈറ്റ് സൈഡിലെല്ലാം 2 ആയിരിക്കും. ഇനി എന്തൊക്കെയാണ് ഇതെന്നൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്താണ് M1 എന്ന് വെച്ചാൽ? മെൻ 1നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? M1 എന്ന് വെച്ചാൽ മെൻ 1 എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ. ഇത് 2 കണ്ടീഷൻ, ഇവിടെ ഒരു കോമ ഉണ്ടോ? ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്ന മെന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെൻ 1. ഇനി ആദ്യത്തെ കണ്ടീഷനിൽ പറയുന്ന ഡി എന്ന് വെച്ചാൽ എന്താ? ഡേ 1. ആ പേരിൽ തന്നെ ഉണ്ട്, ഡേ 1 ആണ്. ഇനി T1 എന്ന് പറഞ്ഞാലോ ടൈം 1 ആണ്. ശ്രദ്ധിക്കുക, ഡേയും ഉണ്ട് ടൈമും ഉണ്ട്. അതായത് ഈ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ആണ് കേട്ടോ. ഈ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് അവർ. ഈ ഡേ എന്ന് വെച്ചാൽ സാധാരണ ഡേയ്സ് തന്നെയാണ്. ഈ ടി എന്ന് ഉദ്ദേശിക്കുന്നത് മിക്കവാറും ക്വസ്റ്റനിലേക്ക് എന്തായിരിക്കും ഉദ്ദേശിക്കുക? അവർ. ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു, ആ അവർ ആയിരിക്കും ഇവിടെ ടി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി W1 എന്ന് വെച്ചാൽ എന്താ? വർക്ക് 1. അപ്പൊ എന്തായിരുന്നു? M എന്ന് വെച്ചാൽ മെൻ ആണ്, ഡി എന്ന് വെച്ചാൽ ഡേ ആണ്, ടി മീൻസ് ടൈമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും എക്സാം ക്വസ്റ്റ്യനിൽ ഉദ്ദേശിക്കുന്ന അവർ ആണ്. അവർ പർട്ടിക്കുലർ ആയിട്ട് അത് ഡിഫൈൻ ചെയ്യുന്നത്, ആ ടീന്റെ വാല്യൂ. ഇനി W എന്ന് വെച്ചാൽ വർക്ക് 1. ഇതേ കാര്യം തന്നെ സെക്കൻഡ് കണ്ടീഷൻ, അതിന് ശേഷം രണ്ടായിരുന്ന കണ്ടീഷനകത്താണ് M2 D2 T2 by W2 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കാം. ഇനി ഞാൻ നോക്കുക, ഈ ഇതിനകത്ത് ടൈം ഒന്നും തന്നിട്ടില്ല, പിന്നെ ഇങ്ങനെ ഈക്വേഷൻ. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഈക്വേഷൻ എഴുതിയിട്ട് രണ്ടിനകത്തും വരാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് രണ്ടും ക്യാൻസൽ ചെയ്യാം. ഇപ്പൊ ടൈം, ഇതിനകത്ത് എവിടെയെങ്കിലും ടൈം വരുന്നുണ്ടോ? ഈ ടൈമിന്റെ കാര്യം രണ്ടിനകത്ത് പറയുന്നുണ്ടോ? ആവേഴ്സിന്റെ കാര്യം ഇല്ല. അപ്പൊ രണ്ട് സൈഡിലും ഒരേ കാര്യം പറയുന്നില്ലെങ്കിൽ ഒഴിവാക്കാം. ഇതിനകത്ത് വർക്ക്, എത്ര വർക്കാണ് അവർ ചെയ്തെന്ന് പറയുന്നുണ്ടോ? ഏതോ ഒരു വർക്ക് ചെയ്തെന്നേ പറയുന്നുള്ളൂ, എത്ര വർക്കാന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിലും രണ്ടിടത്തും പറയുന്നില്ല, അത് ഒഴിവാക്കാം. ബാക്കിയുള്ളത് മാത്രം ഒരിടത്ത് പറഞ്ഞു എന്നിട്ട് മറ്റൊരിടത്ത് പറയുന്നില്ല, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇവിടെ നോക്കിയേ, 16 men, അതല്ലേ M1, 16 men
ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 10 days. അതല്ലേ D1, 10 days കൊണ്ട് വർക്ക് തീർക്കുമായിരുന്നു. അതായിരുന്നു ആ ടോട്ടൽ വർക്ക്. അതേ വർക്ക് തീർക്കാൻ, ഇതാണ് മൊത്തം വർക്ക്. ആ വർക്ക് തീർക്കാൻ വേണ്ടി ഹൗ മെനി മെൻ, എത്ര മെൻ വേണം നമുക്കറിയില്ല. എത്ര മെൻ ഉണ്ടെങ്കിൽ അത് 40 ദിവസം കൊണ്ട് തീർക്കാം എന്നല്ല ചോദ്യം. എത്ര മെൻ ഉണ്ടെങ്കിൽ അത് 40 ദിവസം കൊണ്ട് തീർക്കാം. എന്ത് ചെയ്താൽ മതി? നമുക്ക് എത്ര മെന്ന എക്സലിന്റെ ആവശ്യം, ഈ മെന്നെന്ന് എഴുതണമെന്നില്ല, മെന്നും ഡി എന്ന് എഴുതണമെന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞുള്ളൂ. 16 into 10 is x into 40. എങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? x is equal to 16 into 10/40. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. എത്ര കിട്ടും? 10ഉം 40യുടെ 0 പോകും, 4ഉം 16ഉം പോകും. ആൻസർ എത്ര കിട്ടും? 4 മെനിന്റെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു ജോലി തീർക്കാൻ. അതായത് ഒരു 40 ദിവസം കൊണ്ടാണ് ഈ ജോലി തീർക്കണമെങ്കിൽ അതിന് എത്ര മെനിന്റെ ആവശ്യമുണ്ട്? ഒരു 4 മെനിന്റെ ആവശ്യമേ ഉള്ളൂ ഈ ഒരു ജോലി 40 ദിവസം കൊണ്ട് തീർക്കാൻ. അതായത് 16 മെൻ 10 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി 4 മെൻ വിചാരിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് തീർക്കും? 40 ദിവസം കൊണ്ട് തീർക്കാം. അതായത് ഇവിടെ എത്രയാണ് ഡിവൈഡ് ചെയ്യുന്നത്, ആ വരുന്ന വാല്യൂ ഇവിടെ നിന്ന് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ബൈ 4 എടുക്കുന്നു, അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? അത് മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മതി. ബൈ 4 എടുത്താൽ 4 കിട്ടും, അപ്പൊ ഇൻറ്റു 4 ഇവിടെ റൈറ്റ് സൈഡ് ചെയ്താൽ മതി. അത് എളുപ്പവഴി. അല്ലെങ്കിൽ നമ്മൾ ഈ M1 D1 ഇക്വേഷൻ എടുത്താലും മതി. എങ്ങനെ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്ര കിട്ടും? 4 മെന്നാണ് ആവശ്യമെങ്കിൽ എത്ര കിട്ടും? ഒരു 40 days കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന കുറച്ചധികം ക്വസ്റ്റ്യനുകളിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ വൃത്തിയായിട്ട് പെട്ടിക്കകത്താക്കിയിട്ട് പഠിച്ചേക്കുക. M1 D1 T1/W1 is equal to M2 D2 T2/W2. അപ്പൊ അത് ഓർത്ത് വെച്ചേക്കുക. ഇനി ഇത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറഞ്ഞു തരാം, എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് നോക്കി, 15 men complete a work in 16 days. If 24 men are employed, then the time required to complete the work will be okay. അതായത് 15 മെൻ 16 ദിവസം കൊണ്ട് വർക്ക് ചെയ്താൽ എന്ത് ചെയ്തായിരുന്നു? ഈ ഒരു വർക്ക് തീരുമായിരുന്നു. പക്ഷേ ഇവിടെ 24 മെന്നാണ് എംപ്ലോയ് ചെയ്തത്. 15 മെന്റെ ആവശ്യം ഉള്ളായിരുന്നു 16 ദിവസം കൊണ്ട് തീർക്കാൻ. പക്ഷെ ഇതിൽ എത്ര അഡീഷണൽ മെന്നെ കുറച്ചൊരു ആഡ് ചെയ്തു, 24 മെന്നായി. അങ്ങനെ 24 മെന്നാണ് ജോലി ചെയ്യുന്നതെങ്കിൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീരും? അപ്പൊ ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? മെൻ 1ന്റെ കാര്യം പറയുന്നുണ്ട്, ഡേ 1ന്റെ കാര്യം പറയുന്നുണ്ട്, വേറൊന്നും പറയുന്നില്ല. ഇവിടെ മെൻ 2ന്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡേ 2 D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ നേരത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്, ഒറ്റ സെക്കൻഡ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. എങ്കിൽ M1 എത്രയാണ് നോക്കിയേ? 15 men 16 days കൊണ്ട് വർക്ക് തീർക്കുമായിരുന്നു. എങ്കിൽ 24 men എത്ര ദിവസം കൊണ്ട് വർക്ക് തീർക്കും? എക്സലിൽ കണ്ടുപിടിക്കേണ്ടത് x is equal to 15 into 16/24 ചെയ്താൽ മതി. എത്ര കിട്ടും? ഇവിടെ എത്ര കിട്ടും? 4 times 4 6 times 4 2 times 3 5 times 3 2ഉം 4ഉം 2 എത്ര ദിവസം? 10 days കൊണ്ട് വർക്ക്. അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര ദിവസം വർക്ക് തീർക്കാം? ഒരു 10 days കൊണ്ട്. അതായത് 10 ദിവസം മതി. നേരത്തെ 16 ദിവസം വേണമായിരുന്നു. പക്ഷെ ഇപ്പോഴോ ഈ 24 മെന്നായതുകൊണ്ട് 16 ദിവസം വരെ വേണ്ട, ഒരു 10 ദിവസം ആകുമ്പോഴേ എന്ത് ചെയ്യും? അവരാ ജോലി ചെയ്ത് തീർക്കും. ഈ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് ആപ്ലിക്കേഷനിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ, ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തരാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 22 men can complete a piece of work in 16 days. In how many days 32 men can complete the job? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നോക്കിയാൽ തന്നെ കിട്ടും. എങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക എത്ര കിട്ടുമെന്ന്. ഇതിന്റെ ആൻസർ ഒറ്റ സെക്കൻഡിൽ തന്നെ കിട്ടും. എങ്കിൽ നിങ്ങൾ ചെയ്ത് ഒന്ന് വെച്ചേക്കുക. നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ ഇതിന്റെ ആൻസർ ഒക്കെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി.